ഹർഫുൽ മആനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ പ്രിപ്പോസിഷനൊക്കെ ഇല്ലേ, കൺജങ്ഷൻ, പ്രിപ്പോസിഷൻ, വാ, പിന്നെ നഅം, പിന്നെ ഏതാ നമ്മൾ പറഞ്ഞ പ്രിപ്പോസിഷണൽ ഹർഫുകൾ മബാൻ, അതായത് നമ്മുടെ ഇല, അല എന്നൊക്കെ പറയില്ല, ഹർഫല്ലേ അത്, ഫി ഒക്കെ ഹർഫുകളാണല്ലോ. ഹർഫ് ജർ എന്നല്ലേ ഹർഫ് ജർ, പ്രിപ്പോസിഷൻ. അതെ, ഞാൻ മൊത്തം ഹർഫിനെ പറയാണ്. ഹർഫ് ജർ, ഹർഫുകൾ കുറേ ടൈപ്പ് ഉണ്ട്. ലെറ്റേഴ്സ് അല്ല, ഹർഫുൽ മബാനി, അതായത് മാനി, അതായത് നമ്മൾ ആദ്യം പഠിച്ച ഹർഫ് ഏതാ, പ്രിപ്പോസിഷൻ അല്ല നമ്മൾ ആദ്യം പഠിച്ച, ഹർഫുൽ അത്തുഫാണ് നമ്മൾ ആദ്യം പഠിച്ചത് അല്ലേ, വാ പഠിച്ചില്ലേ, വാ. പിന്നെ നമ്മൾ പഠിച്ചത് ഹർഫ്, അതിന് മുമ്പ് നമ്മൾ പഠിച്ച ഹർഫു ജവാബിൻ, നഅം, ലാ, അത് ഹർഫു ജവാബാണ്. ഹർഫ് അത്തുഫ് പഠിച്ചു, ഹർഫു ജവാബ് പഠിച്ചു. പിന്നെയാണ് നമ്മൾ എന്ത് പഠിച്ചത്, ഹർഫു ജെറ് പഠിച്ചത്. ഇതെല്ലാം ഹർഫുകളാണ്, ഹുറൂഫുകളാണ്. അതിൽ തന്നെ കാറ്റഗറൈസ് ചെയ്തതാണ് ഇതൊക്കെ, ഹർഫു ജെറും ഹർഫു അത്തുഫും ഹർഫു ജവാബും. പിന്നെന്താ, ഹർഫുൽ ഇസ്തിഫാം പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഏതാ ഹർഫുൽ ഇസ്തിഫാം? ഹംസ അല്ലേ, ഹംസ ഹർഫുൽ ഇസ്തിഫാം ഒരെണ്ണമുള്ള, ബാക്കി ഇസ്മാണ്. മന്നും മന്നും അതിന് അതൊക്കെ ഇസ്മാണ് കേട്ടോ. അങ്ങനെ കുറേ ഹർഫുകളുണ്ട്. ഈ ഹർഫുകളൊക്കെ മബനിയാണ്. മബനി പറഞ്ഞാൽ എന്തുട്ടാ, മാറാത്തതാണ്. അപ്പോൾ നമുക്ക് ഈ സൂ പറയുമ്പോൾ സൂ മാറുന്നതാണ്, സൂ ചേഞ്ച് ആവണതാ, റബാണ്. അപ്പം അത് ഹർഫിൽ പെടുത്താൻ പറ്റുമോ? ഇല്ല. സൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സൂമാലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്പത്തുള്ളവൻ, ജാ സൂമാലിൻ സമ്പത്തുള്ളവൻ വന്നു എന്ന് പറയുമ്പോൾ അവിടെ ഫായിലുൻ മർഫൂനാണ്. ഇനി ആ സമ്പത്തുള്ളവനെ കണ്ടു എന്ന് പറയുമ്പോൾ റഅയ്തു മാലിൻ. നിങ്ങളൊന്നും വേണ്ട, ആ സൂറത്ത്, ഏതൊരു സൂറത്ത്, നമ്മുടെ ഇതില്ലേ, നമ്മുടെ എന്നൊക്കെ പറയണത് ബലദിൽ ഇങ്ങനെ വായിച്ചു നോക്കിയേ, ദൂൻ ദായൊക്കെ ആ ഭാഗത്തൊക്കെ നിറയെ ഉണ്ട്. പിന്നെ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇത് ചേഞ്ച് ആവണതാണ്. ഹർഫുകൾ ഒരിക്കലും ചേഞ്ച് ആവൂല. ഹർഫുകളിൽ ഹർഫു ജെറ്, ഹർഫുൽ അത്ഫ്, എന്തൊക്കെയാണ് ഹർഫു ജവാബ്, കുറേ ഹർഫുകളുണ്ട്, ഹർഫുൽ ഇസ്തിഖ്ബാൽ, അങ്ങനെ അത് ചേഞ്ച് ആവൂല. മബനിയാണ്. പക്ഷെ റൂ മുറബാണ്, മബനിയല്ല കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സംശയം വരേണ്ട ആവശ്യമില്ല കേട്ടോ. റൂ അങ്ങനെ. പിന്നെ ഈ പറഞ്ഞ ഈ 5 നാമങ്ങളുണ്ടല്ലോ, 6 എന്നും പറയാറുണ്ട്. ഇവയുണ്ടല്ലോ, ഇവയുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവ മുലാഫായിട്ട് വരുമ്പോൾ, അല്ലാത്തപ്പോഴല്ല കേട്ടാ, അല്ലാത്തപ്പം ഒരു കുഴപ്പമില്ല. സാധാരണ വരുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ജാ അബുൻ, ഉപ്പ വന്ന്. പിന്നെ റഅയ്തു അബൻ അല്ല, ഞാൻ ഉപ്പയെ കണ്ടു, ഒരു ഉപ്പയെ കണ്ടു എന്നൊക്കെ പറയുമ്പോഴൊക്കെ സാധാരണത്തെ പോലെ തന്നെയാണ്. എന്നാൽ അത് മുലാഫായിട്ട് വരുമ്പോൾ എന്താണ്, അബൂ എന്നിട്ടൊരു വാവ് കൂടുതൽ, അഹൂക, അബൂക, അബൂഹ, അബൂഹു, അബൂഹുമ, അങ്ങനെ ഒരു വാവ് കൂടുതൽ വരും. അത് റഫ് ചെയ്യുമ്പോൾ അബാ, അബി, റഫ് ചെയ്യുമ്പോൾ വാവും, നസ്ബ് ചെയ്യുമ്പോൾ അലിഫും, ജെറു ചെയ്യുമ്പോൾ യാ ഒക്കെ വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ കുറേയൊന്നും നമുക്ക് പഠിക്കാനില്ല, ഇതിൽ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയാണ് അസ്മാഉൽ ഖംസ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുണ്ട്. ചിലർ അസ്മാഉ സിത്ത എന്നൊക്കെ പറയാറുണ്ട്, ഹനു എന്നിട്ട് വാക്കും കൂടി വെക്കാറുണ്ട്. അപ്പോൾ അതങ്ങനെ, അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഇന്താന്ന് പഠിച്ചിട്ട്, ഇന്താന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇന്ത എന്തുട്ടാ കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടോ ഇന്ത? നമുക്ക് വന്നിട്ടുണ്ടോ ഇന്താന്നുള്ളത്? അരികിൽ, അടുത്ത്. വന്നിട്ടുണ്ട്. അടുത്ത് എന്നുള്ള അർത്ഥത്തിൽ വരും. അരികിൽ എന്നൊക്കെ പറയും അല്ലേ. അടുത്ത്, വിത്ത് എന്നുള്ള അർത്ഥമാണ് അല്ലേ. വി ഹാവ് ഓൾറെഡി ലേൺ ദാറ്റ് ദ വേർഡ് ഇന്ത മീനിങ് വിത്ത്. പിന്നെ അതുകൂടാതെ ഹാവ് എന്നുള്ള ഐഡിയ, ഉണ്ട് എന്നുള്ള അർത്ഥത്തിലും ഇന്ത വരും. ഇന്ദി കലമുൻ, ഐ ഹാവ് എ പെൻ, എനിക്കൊരു പേനയുണ്ട്. ഇന്ദി സയ്യാറത്തുൻ, എനിക്കൊരു കാറുണ്ട്. ഇന്ദക ബൈത്തുൻ, നിനക്കൊരു വീടുണ്ട്. ഇന്ദഹാ കെൽബുൻ, അവൾക്കൊരു നായയുണ്ട്. കണ്ടോ, ഇന്ദ വെച്ചിട്ട് പറയാൻ പറ്റുമോ? ഉണ്ട് എന്ന് പറയാനായിട്ട് ഇന്ദ ഉപയോഗിക്കാം. ഉണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്ക് എന്താ? അവനുണ്ട് എന്ന് പറയാൻ എന്താ വേറൊരു വാക്ക് നമ്മൾ പഠിച്ചത്? ഉള്ള അത് വേറെയാണ്, ലീ. കറക്റ്റ്, മാഷാഅല്ലാഹ്. മിൽക്ക് പഠിച്ചു അല്ലേ. ലീ അഹുൻ, എനിക്കൊരു സഹോദരനുണ്ട് ഇല്ലേ, പഠിച്ചിട്ടില്ലേ? ലീ ലഹു, അവനുണ്ട്. ലക, നിനക്കുണ്ട്.
ലാമ പഠിച്ചിട്ടില്ലേ? ലീ എന്ന് പറഞ്ഞാൽ വേണ്ടി എന്ന് അർത്ഥം കിട്ടും, പ്രിപ്പോസിഷനാണ് അതും ഹർഫു ജറാണ്. ലീ എന്ന് പറഞ്ഞാലും എനിക്കുണ്ട് എന്നാണ്, എന്തി എന്ന് പറഞ്ഞാലും എനിക്കുണ്ട് എന്നാണ്. എന്നാൽ ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? ഇവിടെ പറയുന്നത് നമുക്ക് എവിടെയൊക്കെ ലീ വെക്കാം, എവിടെയൊക്കെ ഇന്ത വെക്കാം. ഇപ്പോൾ ഇറേഷണൽ നൗൺസ് ഉണ്ട്, അഥവാ നോൺ ഇൻ്റലക്ച്വൽ എന്ന് പറഞ്ഞാൽ എന്താ, ബുദ്ധിയില്ലാത്ത വർഗ്ഗങ്ങൾ എന്ന് പറയില്ലേ. മനുഷ്യരും മരക്കുകളും ജിന്നുകളും അല്ലാത്ത വിഭാഗങ്ങളുണ്ടല്ലോ. അഗൈറു ആക്കിൽ, അതാണ് അഗൈറു ആക്കിലിന് നമുക്കുണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇന്ത വെക്കുക. ആക്കിലിനെ പറയുമ്പോൾ നമ്മൾ ലീ ആണ് വെക്കുക. അപ്പം ഞാൻ പറഞ്ഞിടത്ത് നോക്കിയേ, ലീ സയ്യാറത്തുൻ ഓയറു ആക്കിലാണ്, കാറുണ്ട് വീടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ലീ അല്ല പറഞ്ഞത്, എന്തി ആണ് പറഞ്ഞത്. എന്തി സയ്യാറത്തുൻ, എന്തി കൽബുൻ, എന്തി കിത്തുൻ, എനിക്കൊരു പൂച്ചയുണ്ട്, എന്തി ബൈത്തുൻ, എന്തി കലമുൻ, എന്തി ദഫ്തറുൻ, എന്തുവേണമെങ്കിലും പറയാം. എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ത വെച്ചിട്ട്. അത് സാധനം എനിക്കൊരു ഇക്കുണ്ട്, എനിക്കൊരു ഇത്തയുണ്ട്, എന്തി അഹുൻ, എന്തി ഉഖ്തുൻ, എന്തി ഉമ്മുൻ, എന്തി അബുൻ, അങ്ങനെ പറയുമ്പോൾ എന്തി പറയാൻ പാടില്ല. അറബികൾ പറയൂട്ടാ, അവിടെ ലീ ആണ് പറയുക. ഞാൻ തെറ്റിപ്പോ, ലീ അഹുൻ, ലീ ഉഖ്തുൻ, ലീ അബുൻ, ലീ ഉമ്മുൻ, എനിക്ക് ഉമ്മയുണ്ട്. ലീ സയ്യാറത്തു എന്ന് പറയാൻ പാടില്ല. ലീ എന്നുള്ളത് ഉപയോഗിക്കുന്നത് അത് ഇതാണ് കേട്ടോ, ഗ്രാമറിൻ്റെ ഒരു റൂളാണ് കേട്ടോ. പക്ഷേ അറബികളൊക്കെ അതൊക്കെ പറയൂട്ടോ. കൊളോക്കിയൽ ലാംഗ്വേജിൽ ഇട്ടിട്ടാണ് എല്ലാവരും പറയുക. ലീനേക്കാളും കൂടുതൽ ഇട്ടിട്ടാണ് ആളുകൾ പറയുക സംസാര ഭാഷയിൽ. പക്ഷേ നമ്മുടെ ഈ ഒരു ഭാഷയിൽ, അഥവാ ഈ ഒരു ക്ലാസിക്കൽ ലാംഗ്വേജ് പഠിക്കുമ്പോൾ എന്താ ഉപയോഗിക്കുന്നത്, എനിക്ക് എന്തുണ്ട് എന്ന് പറയാനാണ്, അയറു വാക്കിലായിട്ടുള്ളൊരു സംഭവം ഉണ്ട് എന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ അവനുണ്ട് എന്നൊക്കെ പറയാനായിട്ട് എന്താ പറയും. മറ്റേ ലീ പറയുമ്പോൾ ആക്കിലിന്, മനുഷ്യന്, ലീ റബ്ബുൻ, എനിക്കൊരു റബ്ബുണ്ട്, അങ്ങനെ. അപ്പം അങ്ങനെ കേട്ടോ. അപ്പം അത് മനസ്സിലാക്കുക. അതാണ് ഇതിൽ പറഞ്ഞത്. ലിഹ ബിലോങ്സ് ടു ഹെയർ, അവൾക്കുണ്ട്. ലീ ബിലോങ്സ് ടു മീ, എനിക്കുണ്ട്. അവിടെ പറഞ്ഞത് ലീ വെക്കുമ്പോൾ എന്താ, ലീ വെച്ചപ്പോൾ ലഹു ലഹുമാ ലഹും അല്ല ലഹു ലീ അപ്പോൾ ആ ലാമുൽ മിൽക്ക് വെച്ചിട്ട് നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലീ ബിലോങ്ങിങ് ടു, നമ്മൾ അവനുണ്ട് എന്ന് പറയുമ്പോൾ ലഹു ലഹുമാ ലഹും, ലഹ ലഹുമാ ലഹുന്ന, ലക ലക്കുമാ ലക്കും, ലക്കി ലക്കുമാ ലക്കുന്ന, ലീ ലന, ഞങ്ങൾക്കുണ്ടെന്ന് പറയുമ്പോൾ ലനാ, ലനാ റബ്ബുൻ വാഹിദുൻ, ഞങ്ങൾക്കൊരു റബ്ബുണ്ട്. ലനാ ഞങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോൾ ലനാ, ലനാ അഹുൻ, ഞങ്ങൾക്കൊരു സഹോദരൻ. ലനാ ലീ എന്ന് പറയുമ്പോൾ ഐ ഹാവ്, ലന എന്ന് പറഞ്ഞാൽ വി ഹാവ്, ഞങ്ങൾക്കുണ്ട്. ഇവിടെ ലീ അഹുൻ, എനിക്കൊരു സഹോദരനുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിറ്ററലി ഐ ഹാവ് എ ബ്രദർ ബിലോങ്സ് ടു മീ, അതിൻ്റെ ലിറ്ററലി അർത്ഥം അതാണ്. ലീ ഫമുൻ, എനിക്കൊരു വായയുണ്ട്. ഐ ഹാവ് എ മൗത്ത് ബിലോങ്സ് ടു മീ, എൻ്റെ സ്വന്തമായിട്ട് ഒരു വായുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഇനി നമ്മളടുത്ത് ഇറ്റ് ഈസ് റോങ് ടു സേ ഇന്തി അഹുൻ നമ്മൾ പറയാറില്ല, ഇന്തി ഫമുൻ എന്ന് പറയാറില്ല. ബിക്കോസ് ഇൻ ദ യൂസ്ഡ് ടു തിങ്സ് വിച്ച് ആസ് സെപ്പറബിൾ ആൻഡ് റിലേഷൻ ദ പാർട്സ് ഓഫ് ദ ബോഡി ആർ നോട്ട് ദ നാച്ചർ, അങ്ങനെ പറയാറില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് പറഞ്ഞത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദഹബ എന്ന് പറഞ്ഞാൽ അവൻ പോയി എന്നാണ്. ദഹബ്ത നീ പോയി, ദഹബ്തു ഞാൻ പോയി, അതാണ് പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്, വേറൊരു കാര്യം കൂടി ഇന്ന് പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ പഠിച്ച ഫെമിനിൻ പ്രോപ്പർ നൗൺ ഹാസ് നോ തെൻമീൻ, അത് പഠിച്ചിട്ടുണ്ട് അല്ലേ. സ്ത്രീകളുടെ പേരിൻ്റെ തെൻമീൻ വരൂല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ പഠിച്ചിട്ടുണ്ടോ, താമർബൂത്തയിൽ അവസാനിക്കുന്ന പുരുഷനാമങ്ങൾ അതും എന്താണ്, തൻമീനിനെ സ്വീകരിക്കൂല. താമർബൂത്തയിൽ അവസാനിക്കുന്ന പുരുഷനാമങ്ങൾ ഏതൊക്കെ, ഹംസ, ഉസാമത്തു, മുആവിയത്തു, ഇക്രിമത്തു ഒക്കെ എന്താ, തൊൽഹത്തു ഒക്കെ താമർബൂത്തയിൽ അവസാനിക്കുന്ന പുരുഷനാമങ്ങളാണ്. നമ്മൾ എഴുതിയെന്നുണ്ടാ, ഞാൻ തന്നുണ്ടാ, പറഞ്ഞിരുന്നു അല്ലേ. അതിനെന്താ പറയാ, മുഅന്നസുൽ ലഫ്ലി എന്നാണ് പറയാ കേട്ടാ. പിന്നെ അടുത്തത് കേട്ടാ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിത്ത് എന്നാണ്, കൂടെ എന്നാണ്. എന്താന്ന് പറഞ്ഞാലും കൂടെ എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. എന്താ ഉണ്ട് എന്നും പറയാം, എന്താന്ന് പറഞ്ഞാൽ കൂടെ എന്ന് പറയാറുണ്ട് എന്താന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞത്. അൽ മുദരിസു ഇന്ദൽ മുദീരി, അധ്യാപകൻ മുദീറിൻ്റെ അടുത്താകുന്നു. ദ ടീച്ചർ ഈസ് വിത്ത് ദ ഹെഡ് മാസ്റ്റർ, ഇറ്റ് മീൻസ് ദ ടീച്ചർ ഹാസ് ഗോൺ ടു ദ ഹെഡ് മാസ്റ്റേഴ്സ് ഓഫീസ്. അപ്പോൾ എന്താ പറയുക,
അധ്യാപകൻ മുദീറിൻ്റെ അടുത്തേക്ക് പോയി, മുദീറിൻ്റെ അടുത്താണെന്ന് പറയും. പക്ഷെ ഇവിടെ നോക്കിയേ, അൽ മുദരിസു മ അൽ മുദീരി എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇപ്പോൾ മലയാളത്തിൽ പറയുമ്പോൾ എളുപ്പമാണ്. ഇപ്പോൾ അൽ മുദരിസു ഇന്ദൽ മുദീരി എന്ന് പറഞ്ഞാൽ അധ്യാപകൻ മുദീറിൻ്റെ അടുത്താണ്, മുദീറിൻ്റെ അടുത്തേക്ക് പോയി, മുദീറിൻ്റെ അടുത്താണ്. പക്ഷേ അൽ മുദരിസു മ അൽ മുദീരി എന്ന് പറയുമ്പോൾ അധ്യാപകൻ മുദീറിനോടൊപ്പമാണ്. ഹി ക്യാൻ ബി വിത്ത് ദ ഹെഡ് മാസ്റ്റർ എനിവർ, എവിടെയായാലും ഹെഡ് മാസ്റ്ററുടെ കൂടെ തന്നെ ഉണ്ട്. കൂടെ, അടുത്തേക്ക് പോയി, അടുത്താണ്, മുതിറിൻ്റെ അടുത്താണ്. അപ്പോൾ കൂടെ എന്നുള്ളൊരു അർത്ഥം അങ്ങനെയാണ് ഇത് പറയുന്നത്. പിന്നെ എന്നുള്ള ലർഫാണ്. അതിന് ശേഷം വരുന്ന ഇസ്മ മജറൂറായിരിക്കും, അറിയാലോ. ലർഫിന് ശേഷം മുദീരി, കണ്ടോ, മുദീരി ഇന്ദൻ്റെ പോലെ തന്നെ അതും ലർഫാണ്. പിന്നെ ഇവിടെ പറഞ്ഞത് അൽ ജാമി അത്തുൽ ഇസ്ലാമിയത്തു, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ബിൽ മദീനത്തിൽ മുനവറ, മദീന മുനവറയിലാകുന്നു. അപ്പം ബി എന്നുള്ളതിന് എന്ത് അർത്ഥം കിട്ടും? അറ്റ് എന്നുള്ള അർത്ഥം കിട്ടും, അറിയാലോ. അറ്റ് എന്നൊക്കെ പറയണത് എന്തിനാ? അറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ് എന്തിനാ ഉപയോഗിക്കുക? എന്താ നിങ്ങൾക്ക് ആർക്കും അറിയില്ല? ലൊക്കേഷന് അറ്റ് ഡിഫറെന്റ്. എന്താണ് അറ്റിന്റെ വ്യത്യാസം? ഒരു പർട്ടിക്കുലർ പോയിന്റ്, ഒരു സ്പെസിഫിക് നെയിം, അങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ അറ്റ് പറയാം, അല്ലേ? എന്തായിരുന്നു അറ്റും മിന്നും തമ്മിലുള്ള വ്യത്യാസം? എന്താ? മിന്നും ഫ്രം അല്ലേ? അറ്റും ഇന്നും, IN ഇന്ന് പറയുമ്പോൾ ഇൻസൈഡും ഔട്ട്സൈഡും അല്ല. അറ്റ് പറയുമ്പോൾ നമ്മളൊരു സ്പെസിഫിക് പോയിന്റ് ഒക്കെ പറയുമ്പോൾ അറ്റാണ് ഉപയോഗിക്കുക. അതായത് ഇപ്പോൾ എൻ്റെ വീട് ഇന്ന സ്ഥലത്ത് ഒരു എന്താ പറയുക, ഇന്ന പഞ്ചായത്തിൽ നിന്നൊക്കെ പറയുമ്പോൾ അറ്റ് പറയും. എന്നാൽ തൃശ്ശൂരിലാണ് അല്ലെങ്കിൽ ഇന്ന് വെച്ചിട്ട് കേരളയിലാണെന്നൊക്കെ പറയുമ്പോൾ ഇന്ന് വെക്കും. ഇത് അറ്റ് പറയുമ്പോൾ ഒരു സ്പെസിഫിക് പോയിന്റ് കേട്ടോ. നിങ്ങൾ മറ്റേത് ടൈം പറയുമ്പോഴും പറയും, അറ്റ് പറയാറുണ്ട്. അപ്പോൾ ഒരു സ്പെസിഫിക് പോയിന്റ് അല്ലെങ്കിൽ ഒരു ജനറൽ ഏരിയനൊക്കെ പറയുമ്പോൾ അറ്റ് പറയും കേട്ടോ. അത് കുറച്ച് പഠിക്കേണ്ടതാണ്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ചിലത് കുഴപ്പമില്ല. ഷീ ഈസ് ഇൻ ദ ഷോപ്പ്, ഷോപ്പിൻ്റെ ഉള്ളിലാണ്. ഷീ ഈസ് അറ്റ് ദ ഷോപ്പ് എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ ഇൻസൈഡ് ആകാം, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് ഡോറിലാകാം, ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കാം. അതാണ് അറ്റ് പറയുമ്പോഴുള്ള വ്യത്യാസം കേട്ടോ. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇവിടെ ഈ ബി എന്നുള്ളത് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ബിയുടെ അർത്ഥം എന്താ പഠിച്ചിട്ടുള്ളത്? വേറെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? കൊണ്ട് എന്ന് പറയില്ലേ? കൊണ്ട്. എന്തുകൊണ്ട്? എവിടെ ബി? എന്തെങ്കിലും നാമം കൊണ്ട്. അത് അവിടെ ആ കൊണ്ട് പറയുമ്പോൾ അതെന്താ സംഭവം അറിയാം? നാമം കൊണ്ട്. അവിടെ ആ ബിക്ക് അർത്ഥം ഇസ്തിയാനാണ്, സഹായം കൊണ്ട് എന്നാണ് കേട്ടോ. സഹായം കൊണ്ട്. ഈ കൊണ്ട് നമ്മൾ മലയാളത്തിൽ അർത്ഥം വെക്കുമ്പോൾ രണ്ടെണ്ണം വെക്കാം. സബബ് കൊണ്ട്, കാരണം കൊണ്ട്, സഹായം കൊണ്ട്. അവിടെ ബിസ്മില്ല പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായം കൊണ്ട്, സഹായം കൊണ്ട് എന്നാണ്. എന്നാലിപ്പോൾ ഞാൻ പറയണത് എന്താന്നാ, ലറബ ഞാൻ അടിച്ചു അല്ലേ, ലറബ മുഹമ്മദുൻ, മുഹമ്മദ് അടിച്ചു. ആരെ അടിച്ചിട്ടുണ്ടാവുക? അഹമ്മദിനെ അടിച്ചു. ബിൽ അസ, ഒരു വടി കൊണ്ട്, ബിൽ അസ വടി കൊണ്ട്, അല്ലെങ്കിൽ ബിൽ ഹജർ കല്ലുകൊണ്ട് അടിച്ചു. ഹജർ ബിൽ ഹജരി, കല്ല് അടിച്ചു. അപ്പോൾ ഇവിടെ എന്താ? വടിൻ്റെ അല്ല, ഹജറിൻ്റെ സഹായം കൊണ്ടിനേക്കാളും കുറച്ചും കൂടി നല്ലത് അല്ല സഹായം കൊണ്ട്. അവിടെ ഹജറിൻ്റെ സഹായം കൊണ്ട്, കല്ലിൻ്റെ സഹായം കൊണ്ട്, അല്ലെങ്കിൽ വടിൻ്റെ സഹായം കൊണ്ട്. കണ്ടോ, ബി വെക്കുമ്പോൾ അർത്ഥം വരുന്നുണ്ടോ? പിന്നെ അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ട് എന്നും പറയാം, സബബിയായിട്ടും വരും, ഇസ്തിയാനായിട്ടും. ഇപ്പോൾ ബിസ്മില്ല ഒക്കെ പറയുമ്പോൾ അവിടെ ഇസ്തിയാനൻ്റെ അർത്ഥമാണ്, അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായം കൊണ്ട്. വെറുതെ ഒരു കൊണ്ട് അല്ല കേട്ടോ. അവിടെ നമ്മളങ്ങനെ കൊണ്ട് എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം അവിടെ. സഹായം കൊണ്ട്, കാരണം കൊണ്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ബിസ്മിൻ്റെ അവിടെ കാരണം കൊണ്ട്. പിന്നെ ബിക്ക് മറ്റൊരർത്ഥം. അപ്പോൾ ഈ ഹർഫ് ജെറിനൊക്കെ എന്ന് വെച്ചാൽ അസ്ലിയായ അർത്ഥങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അർത്ഥമാണ് ബിക്ക് അബൌട്ട് എന്നൊക്കെ പറയുമ്പോൾ. പിന്നെ അതിന് പല സന്ദർഭത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങളുണ്ട്. അന്നൊക്കെ അങ്ങനെ തന്നെയാണ്. അന്ന അബൌട്ട് പറയും, ബിക്ക് നമ്മൾ വിത്ത് എന്ന് പറയും. പക്ഷെ സത്യത്തിൽ എന്തായിരിക്കും? അത് സന്ദർഭം അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരും. ബിസ്മിൻ്റെ അവിടെ എന്തായിരുന്നു?
ഇസ്തിയാനൻ്റെ അർത്ഥമാണ് സഹായം കൊണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങൾക്ക് അറിയാലോ, അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ പ്രത്യേകത ഒക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ആ നാമത്തിൻ്റെ ബിസ്മില്ലാ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായം കൊണ്ട് എന്നിട്ട് അവിടെ എന്ത് പോയിട്ടുണ്ട്? അവിടെ എന്ത് പോയിട്ടുണ്ട്? ഫിഅലും ഫായിലും മഹദൂഫാണ്. എന്താണ് പോയിട്ടുള്ളത്? ഞാൻ തുടങ്ങുന്നു അല്ലേ? തുടക്കത്തിലല്ലേ നമ്മൾ ബിസ്മില്ല അല്ലേ? അബുദഉ ഞാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് മിസ് ഉണ്ട് അവിടെ? മഹദൂഫാണ് അവിടെ. ബിസ്മി ഫേലും ഫായിലും പോയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായം കൊണ്ട് റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായം കൊണ്ട് ഞാൻ തുടങ്ങുന്നു. ആ തുടങ്ങുന്നു എന്നുള്ളത് നമ്മൾ ഹദ്ഫ് ചെയ്തിരിക്കുകയാണ്. കൺഫ്യൂഷൻ ഉണ്ടാവുമോ? ഹദ്ഫ് ചെയ്ത് കൺഫ്യൂഷൻ ഉണ്ടാ? ഹദ്ഫ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടോ? നമ്മുടെ സംസാര ഭാഷയിൽ നമ്മൾ എത്ര ഹദ്ഫ് ചെയ്തിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിച്ച് എന്തെന്ന് ഹദ്ഫ് ചെയ്യുന്നത് സംശയമുണ്ടോ എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ഞാൻ ചോദിക്കണേ ഡൗട്ട് ഉണ്ടാ ചോദിച്ചു. ഡൗട്ട് ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആ ചോദ്യത്തിൽ തന്നെ എത്ര ഹദ്ഫ് ഉണ്ട്? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ എന്നല്ലേ ശരിക്കും ഞാൻ ലിറ്ററലി ചോദിക്കേണ്ടത് അല്ലേ? ആണോ? അതെ. പക്ഷെ ഞാനതൊക്കെ ഹദ്ഫ് ചെയ്തിട്ടാണ് പറഞ്ഞത്. നമ്മൾ സംസാര ഭാഷ തന്നെ എന്താണ്? എല്ലാം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുക. കട്ട് ചെയ്തിട്ട് പലതും സംസാരിക്കുക. അതേപോലെ തന്നെയാണ് അറബി. അപ്പോൾ നമുക്ക് ആ ഭാഷ ശരിയാവാത്തതുകൊണ്ടാണ് നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത് കേട്ടോ. ഓക്കെ, അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പതുക്കെ പഠിക്കും. ഇനി ഈ പാഠത്തിൽ നമ്മൾ മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. മാ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ മാ? എന്താ? ഇസ്മുൽ ഇസ്തിഫാം അല്ലേ? മാ ഹാദ, വാട്ട് ഈസ് ദിസ്? മായുടെ അർത്ഥം വാട്ട്, എന്ത് എന്നാണ്. അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ പറഞ്ഞത് നമ്മൾ എന്തി സയ്യാറത്തുൻ, എനിക്കൊരു കാറുണ്ട്, എനിക്കൊരു കാറില്ല എന്ന് പറയണമെങ്കിൽ മാ എന്തി സയ്യാറത്തുൻ. അപ്പൊ എന്തായി? മാ എന്തായി? നെഗേഷൻ, ഇല്ല, ഒരു കാര്യം നിഷേധിക്കാൻ വേണ്ടി നഫി. അപ്പോൾ മാ എന്നത് ഇസ്മാകും. ഇപ്പൊ മാ എന്തായി? ഇപ്പോ ഹർഫു നഫിയായി, ഹർഫായി. ചിലത് അങ്ങനെയുണ്ടോ? ചിലത് ഇസ്മാവും, ചിലത് ചില സമയത്ത് ഹർഫോ. ആള് കളറ് മാറിക്കൊണ്ടിരിക്കും. മാ എന്നത് നമ്മൾ ആദ്യം പഠിച്ചത് ഇസ്മായിട്ടാണ് അല്ലേ? ഇസ്തിഫാം, ഇസ്മുൽ ഇസ്തിഫാം, ചോദ്യം ചോദിക്കാനുള്ള എല്ലാ ഇസ്മുകളും ചോദ്യം ചോദിക്കാനുള്ള എല്ലാ അദാത്തുകൾ എന്ന് പറയാം, എല്ലാ പദങ്ങളും കലിമകളും ഇസ്മാണ്. ഇല്ല ഹംസ അല്ലെങ്കിൽ ഹൽ ആണോ എന്ന് ചോദിക്കാനുള്ളത് മാത്രം ഹർഫാണ്. ഹർഫുൽ ഇസ്തിഫാം അല്ലേ ഹംസ? ബാക്കി എല്ലാം ഇസ്മാണ്. മൻ എന്ന് പറഞ്ഞാൽ ആര്, ഇസ്മുൽ ഇസ്തിഫാം. മാ എന്ത്, ഇസ്മുൽ ഇസ്തിഫാം. ഐന എവിടെ, ഇസ്മുൽ ഇസ്തിഫാം. മത എപ്പോൾ, ഇസ്മുൽ ഇസ്തിഫാം. അതിനൊക്കെ ഇസ്മുൽ ഇസ്തിഫാം എന്നാണ് പറയുക. അതൊക്കെ ഇസ്മ. ഹംസ മാത്രമേ ഹർഫുള്ളൂ ഇസ്തിഫാമിലെ, ഒരാൾ മാത്രം ഹർഫുള്ളൂ. നമുക്കറിയാം പദങ്ങൾ മൂന്നായി തിരിച്ചിട്ടുണ്ട്, ഇസ്മ ഫിഅൽ ഹർഫ് ഇല്ലേ? ഇനി മാ എന്നത് നമ്മൾ പഠിച്ചത് ഇസ്മാണ്. എന്നാൽ മാ ഇവിടെ എന്തായി? മാ ഇപ്പോ ഹർഫു നഫി, ഹർഫു നഫി ട്ടാ. നഹി അല്ല, നഹി പറഞ്ഞാൽ വേറെ അർത്ഥം മാറും. നൂന് ഫാ പിന്നെ അലിഫ് മക്സൂറ. ഹർഫു നഫി, ഹർഫു നഫി ആണ് എന്ത്? മാ എന്നത്. അപ്പം രണ്ട് രീതിയിൽ വന്നില്ലേ? ഇനി മാ ഉണ്ട് കേട്ടാ. മാ വേറെ ഉണ്ട്, ഇസ്മായിട്ട് തന്നെ വരുന്ന വേറൊരു സന്ദർഭം കൂടി ഉണ്ട്. എല്ലാ ക്ലാസ്സിലും കൊടുക്കും പ്ലീസ്. ഇപ്പം കഴിക്കാം, ഇത് കഴിഞ്ഞിട്ട് കഴിക്കാം വേറെ ഫുഡ്. അപ്പം മാ എന്നുള്ളത് ഹർഫ് നഫി ട്ടാ. അപ്പം എന്തി സയ്യാറത്തുൻ, എനിക്കൊരു കാറുണ്ട്. മാ എന്തി സയ്യാറത്തുൻ, എനിക്കൊരു കാറില്ല. ഹിന്ദി ലീ ഉമ്മുൻ മാലി എന്താല്ലേ മാലി ഹാദ റസൂൽ. അവിടെ എന്തായിരുന്നു റെക്കോർഡിങ് കുട്ടി? കട്ട് ചെയ്തിട്ടാ. അപ്പം എന്താ പറഞ്ഞത്? മാ വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള അർത്ഥം കിട്ടും. ഇനി നമ്മൾ ഖബറിൻ്റെ ഇനങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഖബർ എങ്ങനെയൊക്കെ വരിക? അത് ഞാൻ ഇട്ടല്ലേ. ഖബർ വരും, ഒറ്റ വാക്കായിട്ട് വരും. ലാൽക്കാലമും മക്സൂറുൻ ഖബറായി വരും. പിന്നെ ജാറും മജ്റൂറിനായിട്ട് വരും. അന മിനൽ ഹിന്ദി, ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. പിന്നെ ലൊർഫായിട്ട് വന്നത് പഠിച്ചിട്ടുണ്ട്. ഇനി ഖബർ ജുംലത്തുൽ ഇസ്മി ആയിട്ട് വരും. അങ്ങനെ വരും. ടീച്ചർ ഒരു സംശയം, മാലി ഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറത്തൻ വരുന്നത് അവിടെ ആ മാ എന്തായിട്ട് വരുന്നത്? ആ മാടെ അർത്ഥം എന്ന് പറഞ്ഞേ.
അമാനഫ് അല്ല, അർത്ഥം പറഞ്ഞേ. മാലി ഹാദൽ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ അർത്ഥം മീനിങ് ഒന്ന് പറയോ? എനിക്ക് ഓർമ്മ. സൂറത്തുൽ കഹ്ഫിൽ വരുന്നില്ലേ? ഏതെല്ലാണ്? അത് ഹർഫ് ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ് കേട്ടോ. ഞാനത് പറയാം. അത് അതൊന്ന് ആയത്ത് നോക്കി വെച്ചോട്ടോ. ഇവിടെ നോക്കിയേ. ഉഖ്തി ലഹ തിഫ്ലുൻ സഗീറുൻ. എൻ്റെ സഹോദരി. ഉഖ്തുൻ എന്ന് പറഞ്ഞാൽ സഹോദരി. ഉഖ്തി എൻ്റെ സഹോദരി. ലഹ അവൾക്കുണ്ട്. തിഫ്ലുൻ കുട്ടി. സഗീറുൻ ചെറിയ. എൻ്റെ സഹോദരി അവൾക്കൊരു ചെറിയ കുട്ടിയുണ്ട്. ക്ലിയർ അല്ലേ? അർത്ഥം ക്ലിയർ അല്ലേ? ഉഖ്തി ലഹ തിഫ്ലുൻ സഗീറുൻ. എൻ്റെ സഹോദരി അവൾക്ക് ഒരു ചെറിയ കുട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ മുബത്തദ ഖബർ കണ്ടുപിടിക്കേണ്ട. ജുംലത്തുൽ ഇസ്മിയ അല്ലേ ഇത്? ആണ്. കാരണം എന്താ? ഉഖ്തുൻ എന്നുള്ളത് ഇസ്മാണ്, സ്റ്റാർട്ടിങ് വിത്ത് ഒരു നൗണാണ്. സോ ഇത് ജുംലത്തുൽ ഇസ്മിയ, നോമിനൽ സെൻറ്റൻസ് ആണ്. സോ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ആരെയാ? സബ്ജക്റ്റ് മുബത്തദ. ഓക്കെ, ആരെ കുറിച്ചാണ് പറയണത്? അതാണ് മുബത്തദ. ആരെ കുറിച്ചാണ് പറയണത്? ആരെ കുറിച്ചാണ് പറയുന്നത്? ഉഖ്തു മുബത്തദ വഹുവ മുളാഫ് യാ മുതകല്ലിം മുളാഫുൻ ഇലൈഹി. അവളെ കുറിച്ചുള്ള ഖബർ എന്താ? മുബത്തദ. സഹോദരിനെ കുറിച്ചാണ് പറയുന്നത്. അതാണ് മുബത്തദ. ഓക്കെ, അവളെ കുറിച്ചുള്ള ഖബർ എന്താ? അവൾക്കൊരു ചെറിയ കുട്ടിയുണ്ട് എന്നുള്ളതാണ് ഖബർ അല്ലേ? അവൾക്കൊരു ചെറിയ കുട്ടിയുണ്ട്, അതാണ് അതിൻ്റെ ഖബർ. അവൾക്കൊരു ചെറിയ കുട്ടിയുണ്ട് എന്നുള്ളതാണ് ഖബർ. അപ്പം അത് മൊത്തം ഖബറായിട്ട് പറയുമോ എന്നാണ് സംശയം. യെസ്, കിട്ടി. അവൾക്ക് ചെറിയൊരു കുട്ടിയുണ്ട്. എഴുതാക്കാനേ പറ്റണില്ല. അപ്പോൾ നമ്മൾ മുബത്തദയുടെ ഇടയിൽ സാധാരണ നിങ്ങൾ എന്താ ചെയ്യുക? അണ്ടർലൈൻ ചെയ്യാറുണ്ടാവും അല്ലേ? ഉഖ്തി മുബത്തദയുടെ ഇടയിൽ അണ്ടർലൈൻ ചെയ്ത് ഇത് മുളാഫ്, ഇത് മുളാഫിൻ ഇലൈഹി. ഖബറിനെ നിങ്ങൾ സർക്കിൾ ചെയ്യല ചെയ്യുക. ഇത് മൊത്തം ഖബറാക്കി. ഇത് മൊത്തം ഖബറാണ്. ഇത് മൊത്തം ഖബറായിട്ട് പറഞ്ഞു. അപ്പോൾ ഇത് കണ്ടോ? ജുംലത്തുൽ ഇസ്മിയ. ഈ ജുംലത്തുൽ ഇസ്മിയ മുഴുവനും ഖബറാണ്. ഉഖ്തു എന്ന മുബത്തദയുടെ ഖബർ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ജുംലത്തുൽ ഇസ്മിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ജുംലത്തുൽ ഇസ്മിയനെ വീണ്ടും അനലൈസ് ചെയ്യാം. അതിൻ്റെ അർത്ഥം മാത്രം നോക്കിയേ. ലഹ അവൾക്കുണ്ട്. തിഫ്ലുൻ സഗീറുൻ ചെറിയ കുട്ടി. ഈ ജുംലത്തുൽ ഇസ്മിയനെ നമ്മൾ വീണ്ടും അനലൈസ് ചെയ്യണം. ഈ ഖബറായിട്ട് വന്ന ജുംലത്തുൽ ഇസ്മിയയെ നമ്മൾ വീണ്ടും അനലൈസ് ചെയ്യുമ്പോൾ ഇതിലാരെ കുറിച്ചാണ് പറയുന്നത്? ചെറിയ കുട്ടി. ഇതാണ് അതിൻ്റെ ഉള്ളിലെ മുബത്തദ. തിഫ്ലുൻ. സഗീർ എന്നുള്ളത് എന്താ? പിന്നെ നഅത്താണ്. സഗീർ എന്നുള്ളത് നഅത്താണ്. ലഹ ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. കണ്ടോ? തിഫ്ലുൻ മുബത്തദ, സഗീറുൻ നഅത്ത്, ലഹ ജാറുൻ വ മജ്റൂറുൻ. മനസ്സിലായോ? ഉഖ്തുൻ എന്നുള്ളത് മുബത്തദ. അപ്പോൾ ജുംലത്തുൽ ഇസ്മിയ ഖബറായിട്ട് വരും. ഒരു ജുംലത്തുൽ ഇസ്മിയയിൽ അതിൻ്റെ മുബത്തദയുടെ ഖബറായിട്ട് മറ്റൊരു ജുംലത്തുൽ ഇസ്മിയ വരും. ക്ലിയർ ആണോ? ശരി. ഹൈർ. ഇനി എന്താ ചോദിച്ചത്? ഏതായിരുന്നു? ഞാൻ മറ്റേ സുഹൃത്താണ് ഓർത്തത്. ഫുർഖാനാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഏതായിരുന്നു? മാലിഹാദർ റസൂലിന് എന്ത് പറ്റിയെന്ന് എന്ത് പറയുന്നില്ല. ഇത് ഏതായിരുന്നു പറഞ്ഞത്? നൂർജഹാനത്തെ പറഞ്ഞത് മാലി ഹാദർ റസൂൽ അല്ല, മാലി ഹാദൽ കിതാബ്. ഏതായിരുന്നു സൂറത്ത് പറഞ്ഞത്? കഹഫിൻ്റെ 49 അല്ലേ? സൂറത്തുൽ കഹഫ്.
الكتاب فترى المجرمين مشفقين مما يقول يا ليتنا ما لهذا അവിടെ ഇതല്ല കേട്ടോ, എന്താണ് എന്തിനു വേണ്ടി എന്നുള്ള അർത്ഥത്തിലാണ് തോന്നുന്നുണ്ട്. കിതാബ് ഈ പുസ്തകം ചെറിയതായ വലിയ കാര്യങ്ങളൊന്നും ഇതിൽ രേഖപ്പെടുത്താത്തതായിട്ട് ഉണ്ടായില്ല എന്നല്ലേ. വയഖൂലൂനയാ വൈലത്തന, ഞങ്ങളുടെ നഷ്ടമേ. എന്താണ് ലിഹാദ, ഇവിടെ ലീ എന്തുട്ടാ ഫോർ എന്നുള്ള അർത്ഥമാണ്. ലീ ഫോറാണ്. ഇസ്മുൽ ഇസ്തിഫ്ഹാം മുബ്തദ അലാമ ഹർഫു ജറിനാണ് മബനി. വേണ്ടി, എന്തിനു വേണ്ടി എന്നുള്ളതാണ്. മാലി ഇതാണ് കേട്ടോ. ശരി, ഖൈർ, ജസാക്കുമുല്ലാഹ്.